ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് പൂരിയും പൊടിമാസുമാണ് കേട്ടോ. പൊടിമാസം എന്ന് പറഞ്ഞാൽ ഇത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു കറിയാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റാണ് കേട്ടോ. ആദ്യം തന്നെ ചപ്പാത്തിക്കുള്ള പൂരിക്കുള്ള മാവ് നമ്മൾ കുഴച്ചങ്ങ് വെച്ചു. എന്നിട്ട് നേരെ കറിക്കുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മ നേരെ തന്നെ എണ്ണയിലേക്ക് കടുകിടും. ഈ പൊടിമാസിന് വേണ്ടിയിട്ട് ശകലം ഉഴുന്ന് പരിപ്പും കൂടി ഇടും കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് വരും. പിന്നെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടെ നല്ല ഇതായിട്ട് നല്ല വശക്കി എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഇട്ട് പിന്നെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വേണം ഇതിൽ ചേർത്ത് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചെടുത്താൽ നല്ല അടിപൊളി കറിയാണ് കേട്ടോ. പൂരിക്ക് നല്ല കോമ്പിനേഷനാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൂരി ഉണ്ടാക്കുകയാണെങ്കിൽ എപ്പോഴായിരുന്നാലും ഇതുണ്ടാക്കാൻ തന്നെ എല്ലാവരും പറയുള്ളൂ. അത്രയ്ക്ക് ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും പൂരി. എന്നിട്ട് ഞാൻ നേരെ തന്നെ അമ്മ കറി ഉണ്ടാക്കിയില്ല, അപ്പം നമുക്ക് പൂരി പരത്തി സഹായിക്കാം. അമ്മ എന്നിട്ട് പൂരി ഉണ്ടാക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ പൂരി പരത്താൻ തുടങ്ങി കേട്ടോ. ഇവിടെ പൂരി ഇങ്ങനെ പൊങ്ങി വരുന്ന പൂരിയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. എൻ്റെ ശങ്കടുവിന് സഹിതം എല്ലാവർക്കും ഇങ്ങനെ നല്ല ബഫി ആയിട്ടിരിക്കുന്ന പൂരിയാണ് ഇഷ്ടം. പൂരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അച്ഛൻ അങ്ങ് വിളയിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛന് വെള്ളം കൊണ്ടു കൊടുക്കാൻ വേണ്ടി അച്ഛൻ രാവിലെ ചായയും കുടിച്ചിട്ട് പോയതായിരുന്നു. അപ്പോൾ അച്ഛന് വെള്ളം കൊണ്ടു കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വിളയിലോട്ട് പോണ വഴി. അവിടെ ഇങ്ങനെ തോടും മീനും ഒക്കെ കണ്ടുകൊണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് നടന്ന് വേണം പോകാൻ. നല്ല രസമാണ്. വെള്ളത്തിൽ കൂടിയൊക്കെ ചട്ടിക്കൊണ്ട് പോണതിനൊക്കെ എന്തിനാണ് ഞാൻ തന്നെ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിയത് കേട്ടോ. ഇതാണ് വഴി. അച്ഛൻ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നേരെ തന്നെ അവിടെ വെള്ളം കൊണ്ടുവച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, നീ വീട്ടിൽ പോയിക്കോ, ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ കുറച്ചുകൂടെ ഉണ്ട്, അതും കൂടെ ചെയ്തിട്ട് ഞാൻ അങ്ങ് വന്നോളാമെന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ ഫുള്ള് റബ്ബർ, വാഴ, മരിച്ചിനി ഇതൊക്കെയാണ് കേട്ടോ. നമ്മൾ തിരിച്ചു വരുന്നത് ഈ വേറൊരു വഴി കൂടിയാണ്. അവിടെ വെള്ളം നമുക്കിങ്ങനെ ഇറങ്ങി കയറണ്ട, അതിനൊക്കെയാണ് ഞാൻ ഇങ്ങനെ വന്നത്. ഇത് ഓടയാണ് കേട്ടോ. ഇവിടെ നിറച്ച് മീനുണ്ട്. ഈ കുട്ടി കുട്ടി മീനുകൾ നിറച്ചുണ്ട് കേട്ടോ. പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് കാപ്പിയൊക്കെ കുടിച്ചു. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.